അവിടെ ഇരുന്ന സമയത്ത് ഈ വേസ്റ്റൊക്കെ അങ്ങോട്ട് ജനലിൽ കൂട് വലിച്ച് എറിയുമായിരുന്നു. അവിടെ അങ്ങേ വീട്ടിൽ താമസിക്കുന്ന സമയത്ത്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാൻ പറ്റത്തില്ല. വേസ്റ്റ് എല്ലാം കൂട്ടി വെച്ച് കഴിക്കുന്ന വേസ്റ്റ് വേറൊന്ന്, പിന്നെ പ്ലാസ്റ്റിക് വേറൊന്ന്, ഇങ്ങനെ രണ്ട് സെക്ഷനിലാക്കിയിട്ട് ഇവിടെ കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പതിവേ ഇല്ലായിരുന്നേ. വലിച്ചെറിയുന്ന ശീലമുള്ള ആളാണ്. ഇവിടെ വന്നപ്പോൾ ആ ശീലമൊക്കെ മാറിയിട്ട് വേറൊരു ഇതില്ല. ഇവിടെ എല്ലാം മൊത്തം വീടുകളും കാര്യങ്ങളും ഫ്ലാറ്റും കാര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ ആയത് അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നും വലിച്ചേറും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം താഴെ കൊണ്ട് വെക്കണം. ഇവിടെയൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുന്നത് എത്ര മണിക്കാണെന്നറിയോ? 5 മണി കഴിയുമ്പോഴേ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. 5 മണിക്ക്. ഞങ്ങളുടെ അവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ താമസിച്ചിരിക്കുന്നിടത്ത് 7 മണി 8 മണിക്കാണ് വേസ്റ്റ് എടുക്കാൻ വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 5 മണിക്ക് വേസ്റ്റ് എടുക്കണം. നമ്മളവരെ കാണത്തൊന്നുമില്ല. വൈകിട്ട് കൊണ്ട് വെക്കണം വേസ്റ്റ്, എങ്കിലേ കൊണ്ടുപോകുള്ളൂ. ഓരോരുത്തർക്ക് ഓരോ സിസ്റ്റമാണ്. ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. കിച്ചണൊക്കെ മറ്റേൻ്റെ അത്രയും ഒന്നും വലിയതല്ല. കിച്ചൺ ചെറിയ കിച്ചണാണ്. പക്ഷേങ്കിൽ കിച്ചൺ ചെറുതാണെങ്കിലും ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം മാർബിള്, അതുകൊണ്ട് തന്നെ സൂപ്പറാണ്. പിന്നെ അതുകൊണ്ട് തന്നെ സെൽഫുകളെല്ലാം വെച്ചിട്ടുണ്ട്. സെൽഫുകൾക്കൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ സാധനങ്ങൾ വെക്കാനൊക്കെ അവർ ഈ സെൽഫ് ഇത് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ പ്ലൈവുഡിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയത് വാങ്ങിക്കത്തില്ലേ, അത് വാങ്ങിച്ചു. 1 2 3 എണ്ണം ഉണ്ട്. 3 സെൽഫുണ്ട്. അടിയിലിങ്ങനെ സെൽഫുണ്ട്. അടിയിലും ഉണ്ട്. ഇതുണ്ടോ? അടിയിലത്തെയൊക്കെ പിള്ളേർ, ബാച്ചിലർ പിള്ളേർ താമസിച്ച് അതെല്ലാം അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഇതൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട്. എന്നാലും എന്തുണ്ട് കേട്ടോ, എല്ലാം കൊള്ളാം. ഗ്യാസൊക്കെ ഇതിനകത്ത് കയറ്റി വെക്കാം. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഇതിൻ്റെ സെൽഫുകളിൻ്റെ അടപ്പൊന്നുമില്ല. ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇത് എല്ലാത്തിനും ഫുള്ളി അകത്ത് നിറച്ച് സാധനം വെക്കാം. ഇതിൻ്റെ അടിയിലും വെക്കാം, ഇതിൻ്റെ ഇവിടെയും വെക്കാം, അതിൻ്റെ മുകളിലും വെക്കാം. പിന്നെ ഫാനുണ്ട്. എല്ലാം നമ്മൾ സാധാരണ ഫ്ലാറ്റിൻ്റെ അതേ ഫ്ലാറ്റ് തന്നെയാണ് സംഭവം. ഫ്ലാറ്റ് പോലെ തന്നെ. ഇതത്ര വലിയ ഫ്ലാറ്റല്ല, ചെറിയതാണ്. ചെറിയ ഒരു ഫ്ലാറ്റാണ്. അതാണ് ഇവിടുത്തെ. എന്നാലും കൊള്ളാം. എല്ലാം നല്ല വൃത്തിയൊക്കെയാണ് കേട്ടോ. നല്ല വൃത്തിയാണ്. ഓണറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാലും ഉണ്ടല്ലോ ഉടനെ അവർ ചെയ്തു തരുമെന്നുള്ളതാണ്. അല്ലാതെ അത് അതിനെ പറ്റത്തില്ല, അല്ലെങ്കിൽ ഓണർ പറയുന്നുണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെ അല്ലാതെ നമ്മളെന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അവരാ ചെയ്തു തരണ്ടേ. അവർ ചെയ്തു പറയുമ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ലേ, നിങ്ങൾ പോക്കും, അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. അവർ ചെയ്തു തരും. ഈ ഓണർ കുറച്ച് നല്ല ആളാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ, ബൈ ബൈ, സീ യു.